യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവച ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം കുറച്ച് സമയം വചനത്താൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവെക്കുകയും ചെയ്യാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. തിരുരക്തത്തിന്റെ സംരക്ഷണനായി പ്രാർത്ഥിക്കുന്നു. റോമ 3:25-26, 1 യോഹന്നാൻ 1:7, എഫേസൂസ് 1:7, ഹെബ്രായർ 9:14, ഹെബ്രായർ 12:24, ഹെബ്രായർ 13:20-21, 1 പത്രോസ് 1:18, വെളിപാട് 12:11 ഈശോയെ, അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ, സംരക്ഷിക്കണമേ. ഞങ്ങളായിരിക്കുന്ന 4 ദിക്കുകളെ ഈ നിമിഷം സമർപ്പിക്കുന്നു. ഈശോയെ, സംരക്ഷണമായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അബപിതാവിന്റെ പ്രകാശത്താൽ 1 യോഹന്നാൻ 1:7 ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 8:12 ഈശോയുടെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശയ്യ 10:17 കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അമ്മമാതാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാറൂക്ക് 4:1-2, വെളിപാട് 12:1-2 വചനത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളെ ഈശോയെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാ സ്വർഗീയ ദൂതന്മാരുടെ പ്രകാശത്താൽ ഹെബ്രായർ 1:7 ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കൊളോസസ് 2:5 എല്ലാ വിശുദ്ധരുടെ പ്രകാശത്തോട് ചേർന്ന് ഈശോയെ അവിടുത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സെയിന്റ് ഷർബാലിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെയിന്റ് ആന്റണിയോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെയിന്റ് ബെനഡിക്റ്റിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെയിന്റ് ജെയിംസിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മദർ തെരേസയോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെയിന്റ് വിൻസെന്റ് ഡി പോളിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. വചനത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സക്രിയ 2:5, സക്രിയ 9:8, സങ്കീർത്തൻ 147:13 കോട്ടയ്ക്കുള്ള മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവിടുത്തെ നാമത്തിന്റെ ശക്തിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിടുതൽ നൽകണമേ എന്ന് ഫിലിപ്പിയ 2:9-11 വരെയുള്ള വചനത്തിലൂടെ, അപ്പസ്തോലനോട് 4:12 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഏശയ്യ 22:22, ജോബ് 12:14, വെളിപാട് 3:7, മത്തായി 8:16, സങ്കീർത്തനം 107:20-21, മത്തായി 16:19, യോഹന്നാൻ 20:23 വചനത്തിലൂടെ ഈശോയെ അവിടുത്തെ ശക്തിയാല് ഈശോയെ ഇതിന്റെ എല്ലാം അധികാരത്തിൽ നിന്നുകൊണ്ടും ഈശോയെ 1 കൊരിന്തോസ് 1:10 കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ടും ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 1 യോഹന്നാൻ 3:8 പ്രത്യേക കൃപയിൽ നിന്നുകൊണ്ടും പൗരോഹിത്യ അധികാരത്തിൽ നിന്നുകൊണ്ടും എല്ലാ തിന്മകളുടെ ശക്തിയെ യേശുനാമത്തിൽ എഫേസൂസ് 2:2, എഫേസൂസ് 5:6, ഏശയ്യ 30:1, നിയമാവർത്തനം 21:20, 1 സാമുവേൽ 15:23 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.
ഹോസിയ 5:4, ഹോസിയ 4:12, 2 പത്രോസ് 2:14, മത്തായി 5:28, എസെക്കിയേൽ 20:7, നാഹൂം 3:4, 1 യോഹന്നാൻ 2:15-16 വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയ. സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റുകൾ ഞങ്ങളായിരിക്കുന്ന ദേശത്ത്, ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളിലെ കാലങ്ങളായി വിട്ടുപോകുന്ന രൂപികള് എഫേഷ്യൻസ് 3:5 ഞങ്ങളുടെ പൂർവികരുടെ നിന്ന് വന്നിട്ടുള്ള ബന്ധനങ്ങള് സങ്കീർത്തനം 51:5 ബാറൂക്ക് 4:35 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയ. എല്ലാ തരത്തിലുള്ള ഈശോയെ ലോക അരൂപികളെ യാക്കോബ് 4:4, റോമ 8:7, ജ്ഞാനം 13:7, 2 തിമോത്തി 4:10 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയ. വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, വാശി, ഈശോയെ അങ്ങനെ ഈശോയെ ഞങ്ങളുടെ ആത്മാവ് മലിനമാകുന്ന എല്ലാ അവസ്ഥകളും, കൃപകൾ ചോർന്നു പോകുന്ന ഈ അവസ്ഥകൾ, സ്ലെയിങ് സ്പിരിറ്റ് ഉൽപ്പത്തി 4:5 അപ്പസ്തോലൻ നമ്മുടെ 8:23 ഹെബ്രായർ 12:14 1 യോഹന്നാൻ 3:12 മുതൽ 15 വരെയുള്ള വചനത്തിലൂടെ എഫേഷ്യൻസ് 4:31 പ്രഭാഷകൻ 28:1 മുതൽ 7 വരെയുള്ള വചനത്തിലൂടെ സങ്കീർത്തനം 109:3 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയ. ധനമുണ്ടെന്ന്, അറിവുണ്ടെന്ന്, പാരമ്പര്യമുണ്ടെന്ന്, കഴിവുകളുണ്ടെന്നുള്ള പലതരത്തിലുള്ള അഹങ്കാരത്തിന്റെ അരൂപികള് ജെറമിയ 50:30-31, ലൂക്ക 1:51, ഒബേദിയ 1:3, ഏശയ്യ 14:12, പ്രഭാഷകൻ 10:10 മുതൽ 18 വരെയുള്ള വചനത്തിലൂടെയും, യോഹന്നാൻ 7:17-18, യാക്കോബ് 4:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയ. വ്യാജ പ്രവാചകരുടെ പ്രബോധനത്താൽ ഈശോയെ ആശയക്കുഴപ്പം വരുന്ന സ്വാധീനങ്ങളെ ഈശോയെ എസെക്കിയേൽ 17:1 മുതൽ 10 വരെയുള്ള വചനത്തിലൂടെയും, 2 തെസ്സലോനിക്ക 2:1 മുതൽ 10 വരെയുള്ള വചനത്തിലൂടെ, ജ്ഞാനം 14:20 വെളിപാട് 2:2 ഗലാത്യ 1:6 മുതൽ 9 വരെയുള്ള വചനത്തിലൂടെയും, 2 കൊരിന്തോസ് 11:4-5 വചനത്തിലൂടെയും, 2 കൊരിന്തോസ് 11:14-15 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. അതിലൂടെ കടന്നു വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആശയക്കുഴപ്പത്തിന്റെ ആത്മാവിനെ ഏശയ്യ 19:14 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. കത്തോലിക്ക സഭ വിട്ട് മറ്റ് പ്രബോധനങ്ങളിലേക്കും ശുശ്രൂഷകളിലൂടെയും കടന്നു വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള നിദ്രാലസ അരൂപികൾ റോമ 11:8 ഏശയ്യ 29:10 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയ. പലതരത്തിലുള്ള കാപട്യം ഈശോയെ സൗന്ദര്യ ബ്രഹ്മത്തിലൂടെയും അധികാര സ്വാധീനങ്ങളിലൂടെയും ഇല്ലാത്തതുണ്ടെന്ന് നടിക്കുന്ന രീതിയിലുള്ള കാപട്യത്തെയും ആത്മീയ കാപട്യത്തെയും 1 പത്രോസ് 2:1 മത്തായി 24:51 യാക്കോബ് 1:21 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയ. ഇതര സംവിധാനങ്ങളിലൂടെ കടന്നു വരുന്ന എല്ലാ തരത്തിലുള്ള പൈശാചിക അരൂപികള് 1 കൊരിന്തോസ് 10:19-20 വചനത്തിലൂടെ, ബാറൂക്ക് 4:7 നിയമാവർത്തനം 18:9 മുതൽ 14 വരെയുള്ള വചനത്തിലൂടെ, ലേവ്യർ 19:26 ലേവ്യർ 19:31 നിയമാവർത്തനം 32:17 സങ്കീർത്തനം 106:28 നിയമാവർത്തനം 13:1 മുതൽ 3 വരെയുള്ള വചനത്തിലൂടെ, എസെക്കിയേൽ 13:20 ദാനിയേൽ 9:27 ഉൽപ്പത്തി 16:12 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയ. ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള പല വ്യക്തികളിലും പ്രവർത്തിക്കുന്ന അധർമ്മിയുടെ അരൂപിയെ ജ്ഞാനം 1:16, ജ്ഞാനം 3:19,
സങ്കീർത്തനം 22:16-20, സങ്കീർത്തനം 53:4 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയ. വ്യത്യസ്ത പ്രബോധനങ്ങളെ ഹെബ്രായർ 13:9 എഫേഷ്യൻസ് 4:14 അപ്പസ്തോലനോട് 17:21 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. ജ്ഞാനം 2:11 1 രാജാക്കന്മാർ 22:22 യോഹന്നാൻ 8:44 നുണയുടെ ദുരാത്മ ശക്തികളെ യേശുനാമത്തിൽ അപ്പസ്തോലനോട് 13:10 2 കൊരിന്തോസ് 11:3 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയ. ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികള് അവരുടെ സംസാരത്തിൽ നിന്ന്, അവരെ ശ്രവിക്കുന്നതിലൂടെ, അവരുടെ കൂടെ ചെലവഴിച്ച സമയങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള അരൂപികള് ജ്ഞാനം 4:12 1 കൊരിന്തോസ് 15:33 സങ്കീർത്തനം 50:18 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയ. വ്യർത്ഥ ഭാഷണത്തിലൂടെ നഷ്ടപ്പെട്ടുള്ള എല്ലാ കൃപയ ഓർത്ത് ഈശോയെ മനസ്തപിക്കുന്നു. ഈശോയെ ഈ നിമിഷം, ഈ നോമ്പുകാലത്ത് ഈശോയെ വ്യർത്ഥ ഭാഷണത്തിന് വളരെ ദൂരെ ആയിരിക്കാൻ ആഗ്രഹിക്കാനും അതിനുള്ള ആത്മീയ ശക്തി ആഗ്രഹിച്ചുകൊണ്ട് ഈ അരൂപികളെല്ലാം യേശുനാമത്തിൽ ത്യജിക്കുന്നു. എഫേഷ്യൻസ് 5:4 പ്രഭാഷകൻ 19:6 2 തിമോത്തി 2:16 യാക്കോബ് 4:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. എതിർ ക്രിസ്തുവിന്റെ അരൂപികൾ 1 യോഹന്നാൻ 4:3 1 യോഹന്നാൻ 2:18 1 യോഹന്നാൻ 2:22 2 യോഹന്നാൻ 7 2 തെസ്സലോനിക്ക 2:1-12 വരെയുള്ള വചനത്തിലൂടെയും മത്തായി 24:24 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയ. വ്യാജ ദർശന സ്വപ്ന സന്ദേശങ്ങൾ ഈശോയെ ജെറമ്യാ 14:14 എസെക്കിയേൽ 22:28 അപ്പസ്തോലനോട് 16:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയ. വ്യാജ അടയാള ദർശന അത്ഭുത സ്വാധീനങ്ങളെ വെളിപാട് 16:13-14 വചനത്തിലൂടെയും മത്തായി 24:23-24 വചനത്തിലൂടെയും 2 തെസ്സലോനിക്ക 2:3-5 വരെയുള്ള വചനത്തിലൂടെയും ജ്ഞാനം 14:20 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയ. ഭക്ഷണം, മദ്യം, മയക്കുമരുന്ന്, അതുപോലെ തന്നെ പലതരം മാധ്യമങ്ങള്, പാട്ടുകള്, സിനിമകള്, ഇന്റർനെറ്റ്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, റീൽസ് എന്നിവയിലൂടെ മേലുള്ള സ്വാധീനങ്ങളിലൂടെ പലതരത്തിലുള്ള അടിമത്തത്തിലേക്ക് കടന്നവരും മക്കളുടെ മേൽ സ്വാധീനിക്കുന്ന എല്ലാ രൂപികളും കൂട്ടത്തോടെ ഫിലിപ്പിയ 3:19 റോമ 16:18 ഏഷ്യ 5:11 ഏഷ്യ 5:12 ഏഷ്യ 5:22 ഏഷ്യ 28:7 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, 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 ഒളിഞ്ഞിരുന്ന് മറഞ്ഞിരുന്ന് ഈശോയെ നടത്തുന്ന എല്ലാ തരത്തിലും ഗൂഢാലോചനകള്, അതുപോലെ തെറ്റായ പദ്ധതികള്, തിന്മകള്, ഇവയെല്ലാം ജോബ് 40:21 ഏഷ്യ 8:10-12 വരെയുള്ള വചനത്തിലൂടെയും നാഹൂം 1:9-12 വരെയുള്ള വചനത്തിലൂടെയും അതിലൂടെ കടത്തിവിടുന്ന പലതരത്തിലുള്ള പഠനങ്ങള്, ഫിലോസഫികള്, കൊളോസസ് 2:8 കൊളോസസ് 2:23 1 തിമോത്തി 6:20-21 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയ. ഈശോയെ ദൈവസ്നേഹം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും റോമ 5:5 അഭിഷേകം ചെയ്യണമേ. കൊളോസസ് 4:3 വചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരണമേ. ജ്ഞാനം 7 ജ്ഞാന ചൈതന്യം നൽകണമേ. 1 കൊരിന്തോസ് 9:27 ഈശോയെ തപസ്സ ജീവിത ശൈലിയിലേക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ആഴമായ തീക്ഷ്ണമായ പ്രാർത്ഥനയിലേക്ക് ഞങ്ങളെ കടത്തിക്കൊണ്ടുവരണമേ. ഈശോയെ ഉന്നതമായ പ്രാർത്ഥന തലങ്ങളിൽ ഞങ്ങളെ നയിക്കണമേ. വിശുദ്ധിയിലൂടെ അങ്ങേ കാണാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ.
ഹാലേലൂയ, ഹാലേലൂയ. സക്രിയ 12:10 മത്തായി 5:8 ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഗലാത്യ 5:22 അവിടുത്തെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏശയ്യാ 66:2. ഏശയ്യാ 66:2. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേതു തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. നോമ്പ് കാലത്തിന്റെ 2ാം ഞായറാഴ്ച നാം ധ്യാനിക്കുക പുതിയ നിയമത്തിലെ സക്കേവൂസ് എന്ന വ്യക്തിയിലൂടെ ദൈവം എന്താണ് നമ്മോട് സംസാരിക്കുക എന്നാണ്. ആന്തരിക ശൂന്യതയിൽ നിന്ന് കൃപയുടെ പൂർണ്ണതയിലേക്ക്. ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പുറത്തേക്ക് വിജയത്തിന്റെ മുഖം ധരിച്ചിരിക്കുന്ന പലർക്കും ഉള്ളിൽ പറയാതെ കരയുന്ന ഒരു ശൂന്യതയുണ്ട്. പണം, പ്രാഭവം, നേട്ടങ്ങൾ എല്ലാം സ്വന്തമാക്കിയ ഒരാൾക്കും ഒറ്റപ്പെടലിന്റെയും വേദനയും അംഗീകരിക്കപ്പെടാത്തതിന്റെ ഭാരവും ശാന്തിയുടെ തിരമാലകളും അനുഭവിക്കേണ്ടി വരാം. വേറൊരു തരം ആൾക്കാരെ നാം കാണുന്നത് ഭൂതകാലത്തിലെ തെറ്റായ തീരുമാനങ്ങളിലൂടെ കുറ്റബോധം ചിലരുടെ ഹൃദയത്തിൽ ആഴമായി കിടക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ജീവിതത്തിന് നമ്മൾ എന്നും അയോഗ്യരെന്ന് ധരിക്കുന്നു. സക്കേവൂസ് ഈ 2 വിഭാഗങ്ങളുടെയും ഒരു സ്വരമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വരിക. ഹൃദയം യേശുവിനെ അന്വേഷിക്കാൻ തുടങ്ങുന്ന നിമിഷം കരുണയോടെ യേശു ഇതിനകം തന്നെ ആ വ്യക്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നാം നോമ്പ് കാലത്ത് പ്രത്യേകമായിട്ട് അനുഭവിക്കുക. നാം അന്വേഷിക്കാൻ തുടങ്ങുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈശോ കരുണയോടെ നമ്മുടെ അടുത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 2-ാം വചനം. ലൂക്ക 19:2. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാൾ ഉണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. ഈ മനുഷ്യനെ വിശേഷിപ്പിക്കുക ധനികൻ എന്നാണ്. നാം ജീവിക്കുന്ന ലോകത്ത് ധനമുണ്ട്. ധനം അതിനാൽ തന്നെ തിന്മയല്ല. കാരണം ലൂക്ക 8:3 നാം മനസ്സിലാക്കുന്നുണ്ട്, സമ്പത്ത് കൊണ്ട് അവരെ യേശുവിനെ ശുശ്രൂഷിച്ചു. ലൂക്ക 8:3. ഹെറോദോസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവന്നയും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവനോടൊപ്പം ഉണ്ടായിരുന്നു. സമ്പത്തുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ കാണേണ്ടെന്ന് സങ്കീർത്തനം 62:10 നാം പഠിക്കുന്നു. സങ്കീർത്തനങ്ങൾ 62:10. ചൂഷണത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ വ്യർത്ഥമായി ആശ വയ്ക്കരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ
അതിൽ മനസ്സു വയ്ക്കരുത്. മത്തായി 6:21. മത്തായി 6:21. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ചില സമയങ്ങളിൽ നമ്മളിൽ നിന്ന് ധനം നഷ്ടപ്പെടാം. കൃപയുടെ പൂർണ്ണതയിലേക്ക് വരുന്നവർ എടുക്കേണ്ട മനോഭാവത്തെക്കുറിച്ച് നാം വായിക്കുക ഹെബ്രായർ 10:34. ഹെബ്രായർ 10:34. തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു. ധനത്തിന്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. മത്തായി 6:20. മത്തായി 6:20. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. ഈ ധനം എങ്ങനെയാണ് പാപമായി മാറുന്നത്? ഈ ധനത്തോടുകൂടി മോഹം ചേരുമ്പോഴാണ് അത് പാപമായി, എല്ലാ തിന്മകളുടെയും കാരണമായി ഭവിക്കുന്നത്. 1 തിമോത്തി 6:10. 1 തിമോത്തി 6:10. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയുണ്ട്. ധനമോഹം ദൈവ ഐക്യത്തിന് തടസ്സമാകുന്ന വിധത്തിൽ വിഗ്രഹമായി മാറി വരും. കൊളോസോസ് 3:5. കൊലോസോസ് 3:5. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ചില വ്യക്തികൾക്ക് ഇത് ദൈവഭക്തി തന്നെ ധനലാഭത്തിനായിട്ടാണ് കാണപ്പെടുന്നത്. 1 തിമോത്തി 6:5. 1 തിമോത്തി 6:5. ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമെന്ന് കരുതുന്നവരുമായ മനുഷ്യൻ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങളും ഇതിന്റെ ഫലമത്രേ. അങ്ങനെയാകുമ്പോഴാണ് വചനം പങ്കുവെക്കുന്നത് തന്നെ ഒരു കച്ചവട മനോഭാവത്തിലായിരിക്കും. 2 കൊരിന്തോസ് 2:17. 2 കൊരിന്തോസ് 2:17. ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്. അവരെ പോലെ അല്ല ഞങ്ങൾ, മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരും എന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. യോഹന്നാൻ 2:16. യോഹന്നാൻ 2:16. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ. എന്റെ ആലയം, എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. ജെറമിയ 7:11. ജെറമിയ 7:11. എന്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ? ഇതാ ഞാൻ തന്നെ ഇത് കാണുന്നുണ്ട്, കർത്താവ് അരുളിച്ചെയ്യുന്നു. ധനമോഹത്തിലൂടെ കച്ചവട മനസ്സ് രൂപപ്പെട്ടാല് പിന്നെ ഒന്നിലും സംതൃപ്തി ഉണ്ടാവില്ല. കൂടുതൽ സ്വരൂപിക്കണം എന്നുള്ള ചിന്തയിൽ ദൈവത്തെയും സഹോദരങ്ങളെയും മറന്നുപോകുന്ന അവസ്ഥ. ഹെബ്രായർ 13:5. ഹെബ്രായർ 13:5. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ.
ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 1 തിമോത്തി 6:6. 1 തിമോത്തി 6:6. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. പ്രഭാഷകൻ 29:23. പ്രഭാഷകൻ 29:23. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ദാക്ഷിണ്യം അനുഭവിക്കുന്നവനെന്ന ദുഷ്കീർത്തി വരരുത്. ധനമോഹത്തോടു കൂടി കടന്നു വരുന്ന ഒന്നാണ് കാപട്യം. ജെറമിയ 6:13. ജെറമിയ 6:13. നിസാരന്മാർ മുതൽ മഹാന്മാർ വരെ എല്ലാവരും അന്യായ ലാഭത്തിൽ ആർത്തി പൂണ്ടിരിക്കുകയാണ്. പ്രവാചകനും പുരോഹിതനും ഒന്നുപോലെ കപടമായി പെരുമാറുന്നു. ജെറമിയ 8:10. ജെറമിയ 8:10. അവരുടെ ഭാര്യമാരെ ഞാൻ അന്യർക്കു കൊടുക്കും, അവരുടെ നിലങ്ങൾ കവർച്ചക്കാരെ ഏൽപ്പിക്കും. എന്തെന്നാൽ വലിയവനും ചെറിയവനും ഒന്നുപോലെ അന്യായ ലാഭത്തിൽ ആർത്തി പൂണ്ടിരിക്കുന്നു. പ്രവാചകനും പുരോഹിതനും കപടമായി മാറുന്നു. ഇതിന്റെ എല്ലാം ഫലങ്ങളെ കുറിച്ചും വചനം പറഞ്ഞു തരുന്നുണ്ട്. ജെറമിയ 17:11. ജെറമിയ 17:11. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ. ജീവിത മധ്യത്തിൽ അതവനെ പിരിയും, അവസാനം അവൻ വിഡ്ഢിയാവുകയും ചെയ്യും. സുഭാഷിതം 20:21. സുഭാഷിതങ്ങൾ 20:21. തിടുക്കത്തിൽ കൈവശപ്പെടുത്തിയ സ്വത്ത് അവസാനം അനുഗ്രഹകരമായിരിക്കുകയില്ല. സുഭാഷിതം 10:2. സുഭാഷിതങ്ങൾ 10:2. അന്യായമായി നേടിയ ധനം ഉതവുകയില്ല, നീതിയാകട്ടെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ധനമോഹം കാപട്യം വരുത്തുന്നെങ്കിൽ അതോടൊപ്പം ചേർന്ന് വരുന്നതാണ് മാത്സര്യവും വ്യർത്ഥാഭിമാനവും. 1 സാമുവൽ 15:23. 1 സാമുവൽ 15:23. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. കർത്താവിന്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജ്യത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. ജെറമിയ 11:8. ജെറമിയ 11:8. എന്നാൽ അവർ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. ഓരോരുത്തനും തന്റെ ദുഷ്ടഹൃദയത്തിന്റെ കാഠിന്യവും പേറി നടക്കുന്നു. അതുകൊണ്ട് ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ അവരെ ഞാൻ അറിയിച്ചു, അവ അനുസരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവർ കൂട്ടാക്കിയില്ല. ഈ ഒരു അവസ്ഥയിൽ ആത്മാവ് എത്തിക്കഴിഞ്ഞാൽ ഏത് പ്രവാചകർ ചെന്ന് അവർ വീണ്ടും വീണ്ടും കർത്താവിനെ കുറിച്ച് സംസാരിച്ചാലും അവർ ചെവി കൊള്ളില്ല. അവരെ വിളിച്ചാലോ വിളി കേൾക്കൂല. അതാണ് ധനം വിഗ്രഹമായാൽ ഉണ്ടാകുന്ന അവസ്ഥ. ജെറമിയ 7:13. ജെറമിയ 7:13. കർത്താവ് അരുളി ചെയ്യുന്നു, ഈ പ്രവൃത്തികളെല്ലാം നിങ്ങൾ ചെയ്തു. ഞാൻ വീണ്ടും വീണ്ടും സംസാരിച്ചിട്ടും നിങ്ങൾ ചെവിക്കൊണ്ടില്ല. ഞാൻ വിളിച്ചു, നിങ്ങൾ വിളി കേട്ടില്ല. ഇനി കേൾക്കണ്ടെന്ന് തന്നെ പറയാൻ തുടങ്ങും. ജോബ് 21:14. ജോബ് 21:14. അവർ ദൈവത്തോട് പറയുന്നു, ഞങ്ങളെ വിട്ടുപോവുക, അങ്ങയുടെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല.
ജെറമിയ 6:10. ജെറമിയ 6:10. എന്റെ താക്കീത് കേൾക്കാൻ ആരാണുള്ളത്? ചെവി അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അവർക്ക് കേൾക്കാൻ കഴിയുകയില്ല. കർത്താവിന്റെ വാക്ക് അവർക്ക് നിന്ദാവിഷയമായിരിക്കുന്നു, അതിലവർക്ക് തെല്ലും താല്പര്യമില്ല. ധനമോഹവും കാപട്യവും മാത്സര്യവും വ്യർത്ഥഭിമാനവും ഒക്കെ നിറഞ്ഞ ഒരു അവസ്ഥയില് കുറേയേറെ സാമൂഹികമായ സൗന്ദര്യ പ്രകടനങ്ങൾ ഉണ്ടാവും. ഇല്ലാത്ത സൗന്ദര്യം ഉണ്ടെന്ന് നടിക്കുക. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന മിക്ക തരത്തിലുള്ള രീതികൾ അതിൽ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് അറിയാവുന്നതാണ്. ഡൈ ചെയ്ത് നടക്കുക, അല്ലെങ്കിൽ റോൾഡ് ഗോൾഡ് ഓർണമെന്റ്സ് ഇട്ട് നടക്കുക, അല്ലെങ്കിൽ ഓർണമെന്റ്സിനോടുള്ള ഒരു അടിമത്തം. അതൊക്കെ വ്യക്തമാക്കുന്നത് ആന്തരിക ശൂന്യതയാണ്, കൃപയുടെ പൂർണ്ണതയല്ല. ആന്തരിക വ്യക്തിത്വമാണ് കൃപയുടെ പൂർണ്ണതയിൽ കാണാൻ സാധിക്കുക. എങ്കിൽ എന്താ കാണാൻ സാധിക്കുക? ഏശയ്യ 3:16. യേശയ്യ 3:16. കർത്താവ് അരുളിച്ചെയ്തു, സിയോൻ പുത്രിമാർ ഗർവിഷ്ഠരും ഞെളിഞ്ഞു നടക്കുന്നവരും കടക്കെണ്ണെറിയുന്നവരും പാദസരം കിലുക്കി അലസഗമനം ചെയ്യുന്നവരുമാണ്. ഏശയ്യ 3:21 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. യേശയ്യ 3:21 മുതൽ 23 വരെ തിരുവചനങ്ങൾ. മുദ്രമോതിരവും മൂക്കുത്തിയും വിലപിടിച്ച വസ്ത്രവും മേലങ്കിയും കുപ്പായവും ചെറുസഞ്ചിയും ലോലമായ വസ്ത്രവും പട്ടുവസ്ത്രവും തലപ്പാവും മൂടപടവും എടുത്തു മാറ്റും. പ്രഭാഷകൻ 19:30. പ്രഭാഷകൻ 19:30. വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകുന്നതിന്റെ സത്യം എന്താണെന്ന് ജെറമിയ 2:33 നാം വായിക്കുന്നു. ജെറമിയ 2:33. കാമുകന്മാരെ കണ്ടുപിടിക്കാൻ നീ എത്ര സമർത്ഥയാണ്, വേശ്യകളെ പോലും പഠിപ്പിക്കാൻ പോന്നവളാണ് നീ. ആന്തരികതയില്ലാണ്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള സാമർഥ്യമാണ് ലോകത്തിന് മുമ്പിൽ വെളിവാക്കുന്നത്. അതിന്റെ ഫലം എന്താണ്? ജെറമിയ 2:34. ജെറമിയ 2:34. നിന്റെ വസ്ത്രാഞ്ചലത്തിൽ നിരപരാധരായ പാവങ്ങളുടെ ജീവരക്തം പുരണ്ടിരിക്കുന്നു, അവരാരും ഭവനഭേദം നടത്തുന്നതായി നീ കണ്ടില്ല. 1 പത്രോസ് 3:3-4. 1 പത്രോസ് 3:3-4 തിരുവചനങ്ങൾ. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം, പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ലൂക്ക 19:3 നാം വായിക്കുന്നു, യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. ഈ ആഗ്രഹമാണ് കൃപയുടെ ആരംഭം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. അത് തന്നെയാണ് മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതും. ആഗ്രഹം ഉണ്ടായതുകൊണ്ട് എല്ലാവരും മാനസാന്തരപ്പെടുന്നൊന്നുമില്ല. തീരുമാനങ്ങൾ ഉണ്ടാവണം. ആഗ്രഹം നമുക്ക് പലവർക്കും ദൈവത്തിലെ ദൈവിക തലത്തിലേക്ക് വളരാനായിട്ടുണ്ടാകും, അല്ലാതെ ഉണ്ടാകും. ഈശോയെ കാണാൻ ആഗ്രഹിക്കാത്തവരാരാ ഉള്ളത്? വചനത്തിൽ തന്നെ പലതരത്തിലുള്ള ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നൊക്കെയും ഇങ്ങനെ തന്നെയാണ്.
യോഹന്നാൻ 12 20 21. യോഹന്നാൻ 12 20 21 തിരുവചനങ്ങൾ. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സദായിൽ നിന്നുള്ള ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ലൂക്ക 23:8. ലൂക്ക 23:8. ഹേറോദേസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. കൃപയുടെ പൂർണ്ണതയിലേക്ക് ശൂന്യതയിൽ നിന്ന് വളരണമെങ്കിൽ യഥാർത്ഥത്തിൽ നാം കാണാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ തലത്തിലേക്ക് വരണം. അതാണ് മത്തായി 5:8 നാം വായിക്കുക. മത്തായി 5:8. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹെബ്രായർ 12:14. ഹെബ്രായർ 12:14. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ സമാധാനം ഉണ്ടാകണം. സമാധാനം എന്ന് പറയുന്നത് ഈശോ ആണ്. സമാധാനമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ദുഷ്ടന്റെ സാന്നിധ്യമാണ്. ലൂക്ക 2:14. ലൂക്ക 2:14. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവകൃപ ലഭിച്ചാലേ സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ലോകം തരുന്ന ചില സുഖങ്ങള് സമാധാനമായിട്ട് തോന്നാം, അത് സമാധാനമൊന്നുമല്ല. സമാധാനമില്ലാത്ത അവസ്ഥകളെ കുറിച്ച് വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുക. അങ്ങനെയാണോ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയമെന്ന് ഈ നോമ്പുകാലത്ത് നമ്മൾ സ്വയം ചോദിക്കണം. ഏശയ 57:20 21. യേശയ്യ 57 20 21 തിരുവചനങ്ങൾ. ദുഷ്ടർ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ്, അതിന് ശാന്തമാകാനാവില്ല. അതിലെ വെള്ളം ചെളിയും മാലിന്യങ്ങളും അടിച്ചു കയറ്റുന്നു. എന്റെ ദൈവം അരുളി ചെയ്യുന്നു, ദുഷ്ടന് സമാധാനം ലഭിക്കുകയില്ല. ഏശയ 48:22. യേശയ്യ 48:22. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടർക്കൊരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. റോമ 3:17. റോമ 3:17. സമാധാനത്തിന്റെ മാർഗം അവർക്കറിഞ്ഞുകൂടാ. ഏശയ 59:8. യേശയ്യ 59:8. സമാധാനത്തിന്റെ മാർഗം അവർക്ക് അജ്ഞാതമാണ്, അവരുടെ വഴികളിൽ നീതി അശേഷമില്ല. അവർ തങ്ങളുടെ മാർഗങ്ങൾ വക്രമാക്കി, അതിൽ ചരിക്കുന്നവർക്ക് സമാധാനം ലഭിക്കുകയില്ല. ജെറമിയ 8:11. ജെറമിയ 8:11. അശ്രദ്ധമായിട്ടാണ് എന്റെ ജനത്തിന്റെ മുറിവുകൾ അവർ വച്ചു കെട്ടുന്നത്. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്നവർ പറയുന്നു. ഈശോ നമ്മളിൽ വസിക്കുമ്പോൾ, കൃപയുടെ പൂർണ്ണതയിലേക്ക് വരുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ ഫിലിപ്പിയർ 4:7 പറയുന്ന പോലെയായിരിക്കും. ഫിലിപ്പി
4:7. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. യേശുവിൻ്റെ സാന്നിധ്യം, വാഗ്ദാനം, സമാധാനമാണ്. യോഹന്നാൻ 14:27. യോഹന്നാൻ 14:27. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ലൂക്ക 19:3 നാം വീണ്ടും വായിക്കുന്നത് പൊക്കം കുറവായതിനാൽ എന്നാണ്. നമുക്കും പരിമിതികളുണ്ട്, പോരായ്മകളുണ്ട്, അപൂർണതകളുണ്ട്. പാപം വീണ്ടും വീണ്ടും വരുന്ന അവസ്ഥകളുണ്ട്. അതിജീവിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അവിടെ നാം എന്താ ചെയ്യേണ്ടത്? ഈ നോമ്പ് കാലത്ത് ഈ ഒരു കാര്യം ദൈവസന്നിധിയിൽ സ്വീകരിക്കുക എന്നാണ്. ദൈവമേ, ഈ മേഖലകളിൽ എനിക്ക് കുറവുണ്ട്. സ്വയം ന്യായീകരിക്കല്ല ചെയ്യേണ്ടത്. ജെറമിയ 2:35. ജെറമിയ 2:35. ഇതൊക്കെ ആയിട്ടും ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അവിടുത്തേക്ക് എന്നോട് യാതൊരു കോപവുമില്ല എന്ന് നീ പറയുന്നു. പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും. എത്ര ലാഘവത്തോടെ നീ വഴിമാറി നടക്കുന്നു. 1 യോഹന്നാൻ 1:10. 1 യോഹന്നാൻ 1:10. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല. ലൂക്ക 19:3 നാം കാണുന്നതാണ്, ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. ജനക്കൂട്ടം എന്ന് പറയുന്ന ഒരു അവസ്ഥ ബാഹ്യവും ആന്തരികവുമാണ്. നാം നമ്മെ തന്നെ ഒത്തിരി തിരക്കുള്ളവരാക്കാണ്. ഈ ജനക്കൂട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അതിനെപ്പോഴും തിരക്കാണ്, ജീവിത വ്യഗ്രതയാണ്. ജീവിത വ്യഗ്രതയുടെ മധ്യേ ദൈവത്തെ അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. കാരണം ലോകാരൂപി അതിൽ കടന്നുകൂടി നമ്മളെ പൂർണ്ണമായി ഞെരുക്കിയ ഒരു അവസ്ഥയിലാകും. ലൂക്ക 8:14. ലൂക്ക 8:14. മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. ലൂക്ക 21:34. ലൂക്ക 21:34. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. പ്രഭാഷകൻ 11:10. പ്രഭാഷകൻ 11:10. മകനെ, പല കാര്യങ്ങളിൽ ഒന്നിച്ചിടപെടരുത്. കാര്യങ്ങളേറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട്. പലതിന്റെ പിറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാവുകയില്ല. പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. പ്രഭാഷകൻ 38:24. പ്രഭാഷകൻ 38:24. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. ലൂക്ക 10:40 മുതൽ 42 വരെയുള്ള വചനങ്ങൾ. ലൂക്ക 10
40 മുതൽ 42 വരെ തിരുവചനങ്ങൾ. മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവന്റെ അടുത്ത് എന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എന്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നു, നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മാർത്ത, മാർത്ത, നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഏശയ്യാ 30:15. യേശയ്യാ 30:15. അതിനാൽ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല. ലൂക്കാ 19:4 നാം ഇങ്ങനെ വായിക്കുന്നു. ലൂക്ക 19:4. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. ധനികനായ ഈ മനുഷ്യൻ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടുന്നതും ഒരു മരത്തിന്റെ മുകളിൽ കയറുന്നതൊക്കെ സമൂഹത്തിന്റെ നിലയും വിലയും ചേർന്നതല്ല. പരിഹസിക്കപ്പെടാം. പക്ഷേ എത്ര ഉന്നതമെങ്കിലും ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വിനീതനാകണം. പ്രഭാഷകൻ 3:18. പ്രഭാഷകൻ 3:18. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. വിനീതരാകുമ്പോൾ സൃഷ്ടാവാണ് നമ്മെ പേര് ചൊല്ലി വിളിക്കുക. ജനക്കൂട്ടത്തിൽ സക്കേവൂസിനെ മാത്രമാണ് പേര് ചൊല്ലി വിളിച്ചത്. നാം ജീവിക്കുന്ന ജനക്കൂട്ടത്തിൽ എളിമപ്പെട്ട് ജീവിച്ചാൽ പേര് വിളിക്കപ്പെടും. ഏശയ്യാ 43:1. യേശയ്യാ 43:1. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഈശോ നമ്മെ വഞ്ചിച്ച് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ജെറമ്യാ 20:7. ജെറമ്യാ 20:7. കർത്താവേ, അങ്ങെന്നെ വഞ്ചിച്ചിരിക്കുന്നു, ഞാൻ വഞ്ചിതനായി. അങ്ങെന്നേക്കാൾ ശക്തനാണ്, അങ്ങ് വിജയിച്ചിരിക്കുന്നു. ദിവസം മുഴുവൻ ഞാൻ പരിഹാസപാത്രമായി, എല്ലാവരും എന്നെ അപഹസിക്കുന്നു. ലോകത്താൽ വഞ്ചിക്കപ്പെടുന്നതിനേക്കാൾ എത്രയോ ഉന്നതമാണ് നമ്മുടെ കരുണാനിധിയായ കർത്താവിന്റെ സ്വന്തമാകാൻ വേണ്ടിയിട്ട് വഞ്ചിക്കപ്പെടുന്നത്. കർത്താവിനാൽ വഞ്ചിക്കപ്പെടാത്തത് കൊണ്ടല്ലേ നാം മറ്റു പലരാലും വഞ്ചിക്കപ്പെടുന്നത്. ഫിലിപ്പിയ 3:12. ഫിലിപ്പി 3:12. ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. തീവ്രമായ പരിശ്രമത്തിലാണ് നാളിതുവരെ കൊണ്ടു നടന്ന പലതിൽ നിന്നും വേഗത്തിലിറങ്ങി വരാൻ സക്കേവൂസിനോട് പറയുകയും നിന്നോടൊപ്പം എനിക്ക് വസിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും
പിന്നെ തുടർന്ന് അവിടുന്ന് വസിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നതാണ്. വെളിപാട് 3:20. വെളിപാട് 3:20. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 3:24. 1 യോഹന്നാൻ 3:24. അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു, അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് നാം അറിയുകയും ചെയ്യുന്നു. യോഹന്നാൻ 14:23. യോഹന്നാൻ 14:23. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും, അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. കൃപയുടെ പൂർണ്ണത ആന്തരിക ശൂന്യതയിൽ നിന്ന് ഉയരുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ആനന്ദമാണ് ഉണ്ടാകുന്നത്. ഈ ആനന്ദത്തിന്റെ പ്രത്യേകതയാണ് നാം ലൂക്ക 19:6 വായിക്കുക. ലൂക്ക 19:6. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ആനന്ദത്തിന്റെ തിടുക്കം നമുക്ക് നമ്മുടെ മാതാവിൽ ഏലീശാമ്മയുടെ അടുത്തേക്ക് പോകുമ്പോഴും ഇന്ന് നമ്മുടെ അടുത്തേക്കൊക്കെ പലപ്പോഴായി വരുമ്പോഴെല്ലാം കാണാൻ സാധിക്കും. ആനന്ദം സ്വർഗത്തിൻ്റെതാണ്. ഒരു അനുതാപിയെ കുറിച്ച് സ്വർഗം ആനന്ദിക്കുന്നു. ഒരാളെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നാൽ സ്വർഗത്തെ ആനന്ദത്തിലേക്ക് നയിക്കുക എന്നും കൂടിയുണ്ട്. ലൂക്ക 15:10. ലൂക്ക 15:10. അതുപോലെ തന്നെ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്ക 15:32. ലൂക്ക 15:32. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം, എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു, നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. ആനന്ദം കൃപയുടെ പൂർണ്ണതയുടെ അടയാളമാണ്. ഏശയ്യാ 61:3. ഏശയ്യാ 61:3. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിനു പകരം ആനന്ദത്തിന്റെ തൈലവും തളർന്ന മനസ്സിനു പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഇത്തരം ആനന്ദത്തിൽ നിന്നാണ് കൃപയുടെ പൂർണ്ണതയുടെ അടുത്ത തലത്തിലേക്ക് ഒരു ആത്മാവ് വരിക. അതാണ് നമ്മൾ ലൂക്ക 19:8 വായിക്കുക. ലൂക്ക 19:8. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ധനമോഹം എന്നേക്കുമായി അതിജീവിക്കുന്ന പ്രക്രിയയാണ് ദാനധർമ്മം. പ്രഭാഷകൻ 29:12. പ്രഭാഷകൻ 29:12. ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം, എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും. പ്രഭാഷകൻ 3:30.
പ്രഭാഷകൻ 3:30. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. പ്രഭാഷകൻ 17:22. പ്രഭാഷകൻ 17:22. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. തോബിത്ത് 4:7-11 വരെയുള്ള വചനങ്ങൾ. തോബിത്ത് 4:7-11 വരെ തിരുവചനങ്ങൾ. നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുന്നതായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുതലിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. തോബിത്ത് 12:8-9 വചനങ്ങൾ. തോബിത്ത് 12:8-9 തിരുവചനങ്ങൾ. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടുകൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. നീതിയോടുകൂടിയ അല്പമാണ് അനീതിയോടുകൂടിയ അധികത്തേക്കാൾ അഭികാമ്യം. സ്വർണം കൂട്ടിവയ്ക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന്. ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിന്റെ പൂർണ്ണത ആസ്വദിക്കും. ശൂന്യതയിൽ നിന്ന് കൃപയുടെ പൂർണ്ണതയിലേക്ക് വളരാൻ ക്ഷണിക്കുന്ന നാം ഓരോരുത്തർക്കും യേശു തരുന്ന മറുപടിയാണ് ലൂക്ക 19:9. ലൂക്ക 19:9. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രഹത്തിന്റെ പുത്രനാണ്. അപ്പസ്തോലനടപടി 16:31. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:31. അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആന്തരിക ശൂന്യതയിൽ നിന്ന് സുരക്ഷിതത്വം നേടാൻ വേണ്ടി മനുഷ്യൻ പരക്കം പായുന്നത് ധനമോഹത്തിലൂടെയുള്ള സുരക്ഷിതതയാണെങ്കിൽ യഥാർത്ഥത്തിൽ ലൂക്കോസ് 19:10 നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഈ നോമ്പ് കാലത്ത് നമുക്ക് കൃപയുടെ പൂർണ്ണതയിലേക്ക് വളരാൻ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.